ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്ത നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാർ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട് എന്ന് കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് കൃഷ്ണകുമാർ കുറിച്ചു. സിനിമയിലും അതുപോലെ രാഷ്ട്രീയത്തിലും ഒരുപോലെ ശോഭിക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ കൃഷ്ണകുമാർ. എന്നാൽ അതോടൊപ്പം തന്നെ ഭാരതീയ സംസ്കാരവും ഭാരതീയ പൈതൃകവും അതും മൂല്യമേറിയതാണ് എന്ന് തെളിയിക്കുകയാണ് തന്റെ ഈ കുറിപ്പിലൂടെ. ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട്. 144 വർഷത്തിന് ശേഷമാണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ സംഭവിക്കുന്നത്. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലാണ് മഹാകുംഭമേള ആഘോഷിക്കുന്നത്. 3 പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നിവ കൂടിച്ചേരുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം. കഴിഞ്ഞ മകരസംക്രാന്തി ദിനത്തിൽ സ്നാനം ചെയ്തത് 3.5 കോടി ഭക്തജനങ്ങളാണ്. കൃഷ്ണകുമാർ പറഞ്ഞു. കോടിക്കണക്കിന് സാധാരണ ജനങ്ങൾ, വിദേശികൾ, VIP-കൾ ഉൾപ്പെടെ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന മേളയിൽ അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതെ വളരെ ഉയർന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നും ഇത്രയും ഭംഗിയായി സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയ മോദി യോഗി സർക്കാരുകൾ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും കൃഷ്ണകുമാർ കുറിച്ചു. 2025 മഹാകുംഭമേള ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് എന്നാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിവിശിഷ്ടമായ ബുധാദിത്യ യോഗത്തിലാണ് ഈ വർഷത്തെ മഹാകുംഭം നടക്കുന്നത്. ജനുവരി 14 മകരസംക്രാന്തി വരെ നീണ്ടു നിൽക്കുന്നതാണ് ബുധാദിത്യ യോഗം. സൂര്യനും ബുധനും ഒരേ ഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ബുധാദിത്യ യോഗം രൂപം കൊള്ളുന്നത്. ജനുവരി 13 പുലർച്ചെ 4:32 മുതൽ ധനുരാശിയിൽ സൂര്യനും ബുധനും സംക്രമിക്കുകയാണ്. അതേസമയം തന്നെയാണ് മഹാകുംഭത്തിലെ ആദ്യ സ്നാനത്തിന് തുടക്കമായതും. ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും പ്രിയപ്പെട്ട ഗ്രഹമായ ബുധൻ ജീവിതത്തിൽ എല്ലാവിധ സുഖങ്ങളും ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. 144 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാകുംഭ ദിനം ബുധാദിത്യ യോഗത്തോടെ ആരംഭിക്കുന്നത്. കൂടാതെ കുംഭയോഗവും രാശി പരിവർത്തന യോഗയും ഈ വർഷത്തെ മഹാകുംഭത്തെ വളരെ സവിശേഷമാക്കുന്നു. ശുക്രന്റെയും വ്യാഴത്തിന്റെയും രാശിമാറ്റവും 144 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. കൂടാതെ ശ്രവണ നക്ഷത്ര സിദ്ധി യോഗത്തിൽ സൂര്യനും ചന്ദ്രനും സ്ഥിതി ചെയ്യുന്നതിനാലും കുംഭത്തിൽ ശുക്രനും ശനിയും ഉന്നതമായിരിക്കുന്നതിനാലും ഈ മഹാകുംഭം അങ്ങേയറ്റം ശുഭകരവും ഗുണകരവും ആണ് എന്നാണ് ജ്യോതിഷ വിദഗ്ധർ വിലയിരുത്തുന്നത്. വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ 12 ചക്രങ്ങൾ പൂർത്തിയാക്കുന്ന കുംഭത്തെയാണ് മഹാകുംഭം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനാൽ തന്നെ 12 വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുക. 45 ദിവസങ്ങളാണ് മഹാകുംഭമേള നീണ്ടു നിൽക്കുക. ആരംഭിച്ച മഹാകുംഭം ഫെബ്രുവരി 26 മഹാശിവരാത്രി ദിനത്തിലാണ് സമാപിക്കുന്നത്. ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയത് എന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. 4 തീർത്ഥസ്ഥലങ്ങളിൽ 4 പീഠങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി. ഇന്നും കുംഭമേളകളിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യരും പങ്കെടുത്തു വരുന്നു. ശൈവപുരാണത്തിലെ ഈശ്വര സംഹിത ആഗമതന്ത്രവുമായി ബന്ധപ്പെട്ട സാന്ദീപനി മുനി ചരിത്ര സ്തോത്രത്തിലും കുംഭമേളയെക്കുറിച്ച് പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.